ഹലോ, എന്തെല്ലാം ഉണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇന്നലെ ലൂസേഴ്സ് ഫൈനൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ അതിൽ നല്ലോണം കളിച്ച ടീമുകളുണ്ട്. 6 ഗോൾ മേടിച്ചിട്ട് ഫ്രാൻസ് പോയി. എംബാപ്പ ഗോളിൽ ഇപ്പം മികവറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്ന് ഫൈനലാണ്, കളിയാണ്. എന്താവും, എങ്ങനെയാവും, എന്ത് വരും, എങ്ങനെ വരും എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. നോർമലാണ്, നമ്മളാരും സോഹടുന്ന ആൾക്കാരല്ല. അപ്പോൾ മേ ബി ഇൻഷാ അല്ലാ എന്ന് വേണമെങ്കിൽ പറയാം. അർജൻറ്റീന കപ്പടിക്കാം, അല്ലെങ്കിൽ സ്പെയിന് കപ്പടിക്കാം. രണ്ടും തുല്യ അർഹതപ്പെട്ട ടീമുകൾ പോലെയാണ്. അപ്പോൾ ബ്രാച്ചുകലിനോട് പറയാനുള്ളത് എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ബ്രാച്ചുകൽ ഫാൻസിനോട് പറയാനുള്ളത് എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. കമ്മിറ്റി ടീം എന്ന് പറഞ്ഞാൽ കുറേ നടന്നല്ലോ. അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഉള്ളിൽ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം അത് സങ്കടം ഉള്ളിൽ ഒതുക്കിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുക. റിയൽ കളീനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അതേക്ക് പറയാനുള്ളൂ, റിയൽ കളീനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. മെസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾ ബ്രാച്ചുകൾ ടീമിൽ നെയ്മറിനെയും അതുപോലെ തന്നെ റൊണാൾഡോനെയും കമ്പനി മീൻസ് ടീം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. സ്വന്തം ടീം പോലും മെയിൻ കളിക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഗോൾ അടിക്കാൻ നോക്കുക. പക്ഷെ മെസ്സി അങ്ങനെയല്ല ചെയ്യുന്നത്. അസിസ്റ്റ് ചെയ്തിട്ട് സ്വന്തം ടീമിലത്തെ മെമ്പേഴ്സിനെ കൊണ്ട് ഗോൾ അടിപ്പിച്ചിട്ട് ടീമിനെ ഉന്നതിലേക്ക് എത്തിക്കുക. അതാണ് മെസ്സി ചെയ്യുന്ന മെയിൻ പരിപാടി. അപ്പോൾ മാക്സിമം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ റൊണാൾഡോൻ്റെ കുറേ ഗോളുകൾ ഞാനിപ്പോൾ കണ്ടു. മീൻസ് കുറേ ഷോർട്സുകളെല്ലാം കണ്ടില്ല. നമ്മൾ സെർച്ച് ചെയ്തല്ല, റാൻഡമിലി ഇങ്ങനെ വന്നപ്പോൾ കണ്ടതാണ്. നേല് തട്ടിയിട്ടൊക്കെ ഗോള് പോയിട്ട് അതൊക്കെ ഹിസ്റ്ററിയിലാക്കിയ മനുഷ്യനാണ് റൊണാൾഡോ. പിന്നെ ബ്രസീലുകാരോട് പറയാനുള്ളത്, കൈയേറ്റ് ഇന്നവരെ ആരും ഗോളടിച്ച് മീൻസ് മാർഡോണ ഗോളടിച്ചിട്ടാണ് ഒരു കപ്പ് മേടിച്ചെന്നുള്ളത്. പണ്ട് പെലെ ഇതേപോലെ കൈയേറ്റൊക്കെ ഗോളടിച്ചിട്ട് കപ്പ് മേടിച്ച ചരിത്രം ബ്രസീലിനും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് ബ്രാച്ചുകൾ ടീം ഒന്ന് മനസ്സിലാക്കി പെരുമാറി കളി കണ്ട് മനസ്സിലാക്കുക. ഇന്ന് നല്ല സോഹം നടക്കുന്നുണ്ടാവും അർജൻറ്റീന പൊട്ടാൻ. കളിയിൽ ഭാഗ്യമുണ്ട്, നിർഭാഗ്യമുണ്ട്. അതിലെന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ അർജൻറ്റീന കയറി വന്നു. അപ്പോൾ അത് മാക്സിമം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. പ്രാക്ടിക്കലിനോട് പറയാം, വാമോസ് അർജൻറ്റീന.